പരിണാമത്തിന്റെ രസതന്ത്രശാസ്ത്രം രചിച്ച ദൈവിക മഹത്വത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഉണ്മയിൽ ഉൽപ്പത്തിക്ക് നാന്ദി കുറിച്ച നാഥൻ സർവവും നല്ലത് എന്ന് കണ്ടു. വേറിട്ട അത്ഭുത സൃഷ്ടികർമ്മത്തിന്റെ പരിപാലകരായി ഭൂവിന്റെ പാലകർക്ക് ജന്മം നൽകിയ തമ്പുരാൻ അവിടെയും ചില വേറിട്ട വൈഭവങ്ങൾ കരുതിവെച്ചു. അപ്രകാരം അവൻ മെനഞ്ഞെടുത്ത മാലാഖമാരുടെ സ്വപ്ന കൂടാരമാണ് കുന്നിൻ മുകളിൽ മാനം തൊട്ട് സ്വർഗീയ മാമഹത്വം വെളിവാക്കുന്ന MCRD നവജ്യോതി. തണ്ടിന്മേൽ പ്രകാശിതമായി നിലകൊള്ളുന്ന ജ്യോതിസായി തെള്ളിയൂർ ദേശത്ത് പ്രശോഭിക്കുന്ന MCRD ക്രാന്തദർശികളായ പിതാക്കന്മാരുടെ ദിവ്യ ആശീർവാദങ്ങളാൽ തുടക്കം കുറിച്ച് 42 ആണ്ടുകൾ പിന്നിടുന്നു. മനം കൗരുന്ന സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, സാഹോദര്യത്തിന്റെ, സമവീക്ഷണ സാക്ഷാത്കാരത്തിന്റെ ചരിതങ്ങളുടെ കഥ പറയുവാനുണ്ട് ഈ സ്വപ്നക്കുന്നിന്. 1980-കൾ കേരളത്തിൽ ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ചോ ഒന്നും അത്രമാത്രം അറിവോ അവർക്ക് വേണ്ട പരിശീലനമോ പുനരധിവാസത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളോ ഒന്നും അധികമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭ മാർത്തോമാ സെൻറ്റർ ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് MCRD തെള്ളിയൂർ ആരംഭിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു വാചകം അവന് മനസ്സലിഞ്ഞു എന്നുള്ളതാണ്. ജീവിതത്തിൽ സങ്കടം അനുഭവിക്കുന്നവരോട്, ഒറ്റപ്പെടുന്നവരോട് നമുക്ക് തോന്നുന്ന ഏറ്റവും നല്ല വികാരം മനസ്സലിവാണ്. അത് ക്രിസ്തുവിൻ്റെ ഭാവം തന്നെയാണ്. സഭയുടെ മുഖം സഭയുടെ പ്രവർത്തനങ്ങളിലാണിരിക്കുന്നത്. അത് മനസ്സലിവാണ്. പലപ്പോഴും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾ ഭവനത്തിൻ്റെ മുറിക്കുള്ളിൽ പൂട്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവരെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമില്ല. അവരെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാൻ കഴിയുന്ന മാതാപിതാക്കൾ എത്ര പേരുണ്ട് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, ആ കുട്ടിയുടെ ജനനം മുതൽ ആ ഭവനത്തിൻ്റെ സ്വപ്നങ്ങൾ തകരുകയാണ്. അവരുടെ സ്വാതന്ത്ര്യമില്ലാതെ ആകുകയാണ്. അപ്പോൾ പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ ബാധിതയായിത്തീരുന്നു. ആ കുഞ്ഞിനു വേണ്ടി ഓർത്തവർ വിലപിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മനസ്സലിവ് നമുക്കുണ്ടാകേണ്ടത്. ഈ കുട്ടികളുടെ പുനരധിവാസം. അതിനുവേണ്ടി സഭ ആരംഭിച്ച ഈ പ്രസ്ഥാനത്ത് ഏറ്റവും ഭംഗിയായി 42 വർഷം പിന്നിടുകയാണിപ്പോൾ. നീറുന്ന നൊമ്പരങ്ങളിലേക്ക്, സഹനത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് മനുഷ്യ മനസ്സിന്റെ ഉൾത്തുടിപ്പുകളെ അറിയാൻ ഇറങ്ങിച്ചെല്ലുന്ന ആത്മീക അടിത്തറയിൽ പണിതുയർത്തിയ നവീകരണ സഭയായ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സാമൂഹിക വികസന രംഗത്തേക്കുള്ള ആദ്യ ചുവടുവയ്പ് ഈ മണ്ണിൽ നിന്നും ആരംഭിച്ചു എന്നത് അഭിമാനാർഹമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനും അവരുടെ സമൂലമായ വളർച്ചയ്ക്കും ഊന്നൽ നൽകി മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ അഭിവന്ദ്യരായ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പോലിത്തയുടെയും ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് സഫറഗൻ മെത്രാപ്പോലിത്തയുടെയും ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത തിരുമേനിയുടെയും എപ്പിസ്കോപ്പൽ രജത ജൂബിലിയുടെ ഭാഗമായി തുടക്കം കുറിച്ച MCRD എന്ന ചുരുക്കപ്പേരിലുള്ള പ്രസ്ഥാനമാണ് മാർത്തോമാ സെന്റർ ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. 1981 ഒക്ടോബർ 15 ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച MCRD പത്തനംതിട്ട ജില്ലയിലെ ആദ്യ വേറിട്ടവർക്കായി ഒരുക്കപ്പെട്ട ഇടമാണ്.
8 പിള്ളേരും 8 കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഇത് തുടങ്ങിയത്. ആ മോളിൽ 2 മുറിയുള്ള ഒരു കെട്ടിടവും ഒരു കൊച്ചു കിച്ചനും മാത്രമേ ഉള്ളായിരുന്നു. അവർക്ക് കിടക്കാൻ വേണ്ടുന്ന കട്ടിലുകളോ അല്ലെ മറ്റ് വേണ്ടുന്ന അത്യാവശ്യമുള്ള സാധനങ്ങൾ പല ബോർഡിങ്ങിലും ഉള്ളതുപോലെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ കുഞ്ഞുങ്ങളായതുകൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി അവരെ അവിടെ താമസിച്ച് അവരുടെ കൂടെ ടീച്ചേഴ്സ് ഈ ജോസ് സാറും ഇവരെല്ലാവരും താമസിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന പരിശീലനം കൊടുത്ത് അങ്ങനെ ഈ സ്ഥാപനം വളർന്നു വന്നത്. ഞാൻ ഇവിടെ വരുന്നതായ സമയത്ത് ഇത് ഒത്തിരി പരിമിതികളുള്ള ഒരു സ്ഥാപനമായിരുന്നു. തുടക്കത്തിൽ ഒരു ഓല ഷെഡിലാണ് ഇത് തുടങ്ങിയത്. അന്ന് അടുക്കളയും ഊണുമുറിയും കിടപ്പുമുറിയും എല്ലാം ആ ഓല കെട്ടിടത്തിലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പിലൂടെ ഇന്നിതൊരു വലിയ സ്ഥാപനമായിട്ട് മാറിയിരിക്കുന്നു. അന്ന് തെള്ളിയൂർ പ്രദേശം അതിൻ്റെ ഈ ഭാഗങ്ങൾ, അതായത് MCRD ഇരിക്കുന്നതായ ഈ പ്രദേശങ്ങളൊക്കെ അത്രമാത്രം ജനനിബിഡമായിരുന്നില്ല. വികസന പ്രവർത്തനങ്ങളൊന്നും അത്രമാത്രം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സഭ ഇപ്പോൾ MCRD ഇരിക്കുന്ന 35 ഏക്കർ വസ്തു തച്ചിലേത്ത് കുടുംബത്തിൽ നിന്നും വാങ്ങുകയാണ് ചെയ്തത്. അന്ന് പലരും ഈ ഭാഗത്തെ കുറുക്കൻ മല എന്ന് വിളിച്ചിട്ടുണ്ട്. കാരണം വളരെയധികം കാടുകളും വിവിധ തരത്തിലുള്ള ജീവികളാലും നിറഞ്ഞതായിരുന്നു ഇത്. എന്നാൽ ഈ കുറുക്കൻ മലയെ ഇന്ന് കർത്താവിൻ്റെ മലയാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ 120 കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്. വ്യത്യസ്തമായ കഴിവുകളുള്ള കുഞ്ഞുങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ 42 വർഷമായി ഈ സ്ഥാപനത്തിന് സാധിക്കുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയവും ഏറ്റവും അനുഗ്രഹീതമായ അനുഭവമാണ്. ഒന്ന് ഈ ക്യാമ്പസ് തന്നെ ഒരു കുന്നിൻ പുറത്ത് വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നല്ല കാറ്റ്, ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ സ്നേഹം, പലപ്പോഴും അവർക്ക് മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ ഇവിടെ നിൽക്കുമ്പോൾ ഈ ക്യാമ്പസിനുള്ളിൽ പ്രിയപ്പെട്ട ഡയറക്ടർ അച്ഛനും ഇവിടുത്തെ മറ്റ് അധ്യാപകരും അനധ്യാപകരും നൽകുന്ന വലിയ സ്നേഹം, കരുതൽ, അവർ തിരിച്ചു നൽകുന്ന പ്രത്യുപകാരം, ആ സ്നേഹമൊക്കെ ഏറെ മനസ്സിൽ നിൽക്കുന്നു. ഒരു തണൽമരം എന്നതോടൊപ്പം അറിവിൻ്റെ അനുഗ്രഹീത ലോകത്തേക്ക് വേറിട്ടവരെ ആനയിക്കുക എന്നതും ഈ സ്ഥാപനത്തിൻ്റെ മികവാർന്ന നേട്ടമാണ്. അന്ന് ഈ സ്കൂളിൻ്റെ പേരിട്ടു നവജ്യോതി. ഇന്നും ആ സ്കൂൾ നവജ്യോതിയായിട്ട് തന്നെ പോകുന്നു. 1000-ലേറെ കുഞ്ഞുങ്ങൾക്ക് അഭയം നൽകുവാനും വിവിധ വിധേനയുള്ള പരിശീലന ചര്യകളിലൂടെ മാനസികവും ബൗദ്ധികവുമായുള്ള വളർച്ചയ്ക്ക് പ്രാപ്തമാക്കുവാനും ഈ സ്ഥാപനത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് സാധ്യമാകുന്നു. 42 വർഷങ്ങൾ പിന്നിടുമ്പോൾ തിരശീലയ്ക്ക് അപ്പുറം നാട്യഭേദങ്ങൾ കാട്ടി അരങ്ങൊഴിയുന്ന കലാകാരന്മാരായിരുന്നില്ല ചില മനുഷ്യജന്മങ്ങൾ ഇവിടെ. ആയുസിന്റെ സമസ്തവും തമ്പുരാന് മാത്രമായി നൽകി തങ്ങളുടെ സ്വപ്നങ്ങൾ പകുത്തു നൽകി അനേകം കുടുംബങ്ങൾക്ക് പുതുവെളിച്ചം തെളിയിച്ചു നൽകിയവർ ഏറെയാണ്. ഒരുപാട് ഡിസ്കറേജ്മെൻറ്റ്സ് ഞങ്ങൾക്ക് ആ കാലത്ത് ചുറ്റുപാടിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളോട് പറയുമായിരുന്നു, നിങ്ങൾ അവിടെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ വെച്ച് കുഞ്ഞുങ്ങളുണ്ടായാൽ ആ കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള കുഞ്ഞുങ്ങളായിരിക്കും, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം അവിടെ കണ്ടിന്യൂ ചെയ്യണം, വേണോ വേണ്ട നിങ്ങൾ തീരുമാനിക്കണം എന്ന് ഞങ്ങളോട് ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം പറയുമായിരുന്നു. നീറുന്ന നൊമ്പരങ്ങളുടെ കയ്പുനീരും നോവുന്ന വാക്കുകളുടെ കുന്തമുനകളും സഹനത്തിന്റെ ഭാണ്ഡക്കെട്ടുകളും പേറി വിയർപ്പുതുള്ളികളെ ചോരത്തുള്ളികളായി പരിവർത്തനം ചെയ്യപ്പെട്ടതിലൂടെയൊക്കെയാണ് ഇന്ന് കാണുന്ന MCRDയുടെ അഭിവൃദ്ധി ഒളിമങ്ങാതെ പ്രശോഭിതമായി നിലനിൽക്കുന്നത്. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള ആഹാരം ഒക്കെ ക്രമീകരിക്കാനായിട്ടൊക്കെ ഫണ്ട് കളക്ഷന് വേണ്ടി ഞങ്ങൾ പള്ളികളിൽ പോയി കുഞ്ഞുങ്ങളുടെ പാട്ടും ഒക്കെ ആരാധന മധ്യേ പാടി ഞങ്ങൾക്ക് കളക്ഷൻ ലഭിക്കും. അതുപോലെ തന്നെ ആദ്യമൊക്കെ മാരാൺ കൺവെൻഷൻ്റെ സമയത്ത് ഞങ്ങളെ നോട്ടീസ് ഒക്കെ
കൺവെൻഷൻ വരുന്നവരുടെ ബ്രോഷറൊക്കെ കൊടുത്ത് അന്ന് കുഞ്ഞുങ്ങൾ ഞങ്ങളെല്ലാം രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ നിന്ന് കളക്ഷൻ നടത്തുമായിരുന്നു. വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, എനിക്ക് കിട്ടിയ ട്രെയിനിങ് പലത് ചെയ്യുന്നു. പക്ഷേ എങ്കിലും ഇതെല്ലാം ദൈവം തമ്പുരാൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ദൈവത്തിനൊരു ഉദ്ദേശം, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇവരെല്ലാം ഇത്രയും ഇതായി വരുന്നത്. ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കുഞ്ഞുങ്ങൾ. ഇപ്പം ഇത്രയും വർഷം ഇതിനകത്ത് നിന്നിട്ട് എന്തോ നേടിയെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ അപ്പച്ചനറിയാം. ആ ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും അവരെ മനസ്സിലെന്തെങ്കിലും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കത്തില്ല. അവരുടെ സ്നേഹം വളരെ നിഷ്കളങ്കമാണ്. ആ സ്നേഹം നമുക്ക് ലോകത്ത് വേറെ എവിടെ ചെന്നാലും കിട്ടത്തില്ല. അതാണ് ഏറ്റവും കൂടുതൽ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത്. ഓരോ പ്രഭാതം തുടങ്ങി പ്രദോഷം വരെ വിവിധ പ്രവർത്തന സരണികളിലൂടെ ഈ ഉദ്യമത്തിൽ വർണ്ണപ്പറവകളായി സ്വതന്ത്രമായി കുഞ്ഞുങ്ങൾ ചരിക്കുന്നു. പൊരുളുകൾ അറിയാതെ പൊയ്മുഖ ഭാവങ്ങൾ ധരിക്കാത്ത ഹൃദയവിശുദ്ധിയുടെ പനിനീർ കണങ്ങളായ ഇവരുടെ കരളലിയിക്കുന്നതും ദിശാബോധമുണർത്തുന്നതുമായ കഥകൾ ഇവിടുത്തെ പുൽക്കൊടി തുമ്പുകൾക്ക് പോലും സുപരിചിതമാകുന്നു. ഇവിടെ വന്നണഞ്ഞു മടങ്ങുന്ന ഓരോ വ്യക്തിയും സഹതാപത്തിനപ്പുറമായി സഹാനുഭൂതിയുടെ പുതിയ പാഠങ്ങൾ പരിചിതമാക്കി മടക്കയാത്ര ചെയ്യുന്നു. 4 ഹോസ്റ്റലുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മുതിർന്ന ആൺകുട്ടികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്ക് വേണ്ടി, കുഞ്ഞ് ആൺകുട്ടികൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി ഒക്കെ വിവിധ ഹോസ്റ്റലുകൾ ഇന്ന് ക്യാമ്പസിനകത്തുണ്ട്. അന്ന് എല്ലാവരും ഒരു ക്ലാസ് റൂമിലിരുന്ന് പഠിച്ചെങ്കിൽ ഇന്ന് ഓരോ കുട്ടിയുടെയും ഐക്യുവിനനുസരിച്ച് വിവിധ ക്ലാസ്സുകൾ തിരിക്കുന്നു. അന്ന് 1-2 വൊക്കേഷണൽ ട്രെയിനിങ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എല്ലാ തരത്തിലുമുള്ള വൊക്കേഷണൽ ട്രെയിനിങ്ങിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുന്നു. ജോലി സാധ്യതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അന്ന് തെറാപ്പി നമുക്ക് അത്രയും പരിചിതമല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇന്ന് എല്ലാ തെറാപ്പികളുടെ സൗകര്യം MCRD ഒരുക്കുന്നു. ഇതൊക്കെ സാധിക്കുന്നത് എങ്ങനെയാണ്? നല്ലവരായ മനുഷ്യരുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും അവരുടെ സംഭാവനകളും കരുതലും ഒക്കെയാണ് എന്നുള്ളത് വിസ്മരിക്കാൻ സാധിക്കത്തില്ല. അഭയം നൽകുന്നതിനോടും വിദ്യാഭ്യാസം നൽകുന്നതിനോടുമൊപ്പം വളർച്ചയ്ക്കാവശ്യമായ പ്രവർത്തന പരിശീലന പരിപാടികളും വിവിധ തരത്തിലുള്ള തെറാപ്പികൾ, കാർഷിക മേഖലയിലെ പ്രവർത്തന പരിപാടികൾ, മൃഗപരിപാലനം ഇവയിലൂടെയൊക്കെ വിവിധ തരത്തിൽ സമസ്തമായ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് സ്ഥാപനം പുതിയ പ്രവർത്തന പരിപാടികൾ രൂപീകരിക്കുന്നു. MCRDയുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഏത് രീതിയിലായിത്തീരണം എന്നതിനെപ്പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്യുകയും പുതിയൊരു തലത്തിലേക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ആണ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എയർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാം എന്നൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അവരുടെ വൈകല്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സാ സമ്പ്രദായങ്ങൾ നൽകുന്നതായ ഒരു പദ്ധതിയാണ് എയർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാം. എത്രയും നേരത്തെ അവർക്ക് വേണ്ടതായിട്ടുള്ള തെറാപ്പികൾ നൽകിയാൽ കൂടുതൽ അവർ പ്രയോജനപ്രദമായി തീരാനായിട്ട് സാധിക്കും. സാമൂഹിക ചാക്രിക ക്രമത്തിൻ്റെ ഭാഗമാക്കുവാൻ ഇവരെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നവീനമായ ഏകോപന രീതികളുടെ സഹായത്തോടെ ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. ഒരു വ്യത്യസ്തമാർന്ന കുട്ടിയുടെ വളർച്ചയും ഉയർച്ചയും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിൻ്റെ കൂടി ഉന്നതിക്കും ആത്മസംതൃപ്തിക്കും ആശ്വാസത്തിനുമായി ഇടവരുന്നുണ്ട് എന്നതിലൂടെ കെട്ടുറപ്പാർന്ന സാമൂഹിക ബോധ്യപ്പെടുത്തലുകളുടെ സന്ദേശം കൂടിയാണ് MCRD കാട്ടിത്തരുന്നത്. ഈ സ്ഥാപനത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ഒരു ഒളിമ്പ്യനാവാനോ ഈ എല്ലാവരും അറിയപ്പെടുവാനോ ഒന്നും കഴിയത്തില്ലായിരുന്നു. വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നേ. ഈ സ്ഥാപനം എന്നെ വളർത്തി. ഇന്ന് എനിക്കിപ്പോൾ 32 വയസ്സുണ്ട്. ഇപ്പോഴും എനിക്ക് ഈ സ്ഥാപനം എന്ന് വെച്ചാൽ എനിക്കെൻ്റെ ജീവനാണ്. ഈ സ്ഥാപനം ഞാൻ ഇവിടുന്ന് പോയാലും പോയി കഴിഞ്ഞിട്ടും 1-2 മാസം കൂടി ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് എല്ലാവരെയും കണ്ട് തിരിച്ചു പോകുന്ന ആളാണ്. എന്നെ എന്തോ
ഈ സ്ഥാപനമാണ് എന്നെ വളർത്തിയത്. ഈ സ്ഥാപനമാണ് എൻ്റെ എല്ലാം. ആശയറ്റവരെന്ന് മുദ്ര കുത്തുന്നവർ ആശ്വാസദായകരായി മാറുന്നു. ആശ്രിതരായി ഇരുട്ടിൽ തപ്പിത്തടയുമെന്ന് വിധിയെഴുതിയവർ അഴകാർന്ന മികവാർന്ന വിസ്മയങ്ങളുടെ ലോകത്ത് ആഹ്ലാദം നൽകുന്നു. അതെ, വേറിട്ടവരെന്ന് പേരിലെ ഭംഗിവാക്കിൽ മാത്രം ഒതുങ്ങുന്നവരല്ല ഇവർ. തങ്ങളുടെ ഉള്ളിലെ സ്വതസിദ്ധമായ കഴിവുകളുടെ പരിപോഷണം കൂടി സാധ്യമാക്കി നൽകുവാൻ വേദികളൊരുക്കുന്ന മെഗാ ഷോ അടക്കമുള്ള വിവിധ കർമ്മ പദ്ധതികളുടെ പൂർത്തീകരണവും സാക്ഷാത്കാരവും നമുക്ക് ഈ കുന്നിൻ മുകളിൽ കാണുവാൻ സാധിക്കും. 120 കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആത്മീയവുമായ എല്ലാ വളർച്ചയ്ക്കും തനതായ രീതിയിൽ ഒരു ഡിസിപ്ലിനോട് കൂടിയ ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ ശുശ്രൂഷ ചെയ്യുവാൻ സ്പെഷ്യൽ BEd എടുത്ത അധ്യാപകർ അവർക്ക് പരിശീലനം നൽകുകയും പ്രത്യേക പരിശീലനം നേടിയ കെയർ ഗിവേഴ്സ് അവരെ പരിരക്ഷിക്കുകയും അതുകൂടാതെ വൊക്കേഷണൽ ട്രെയിനിങ്, ഓഫീസ് നിർവഹണം ഇവയെല്ലാം ഒരു മനസ്സലിവുള്ളവരുടെ കൂട്ടായ്മയാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കുന്നത് 2015 കാലഘട്ടത്തിൽ സ്വന്തം കാര്യങ്ങൾ ജസ്റ്റ് ഒക്കെ ചെയ്യും എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ മോൻ. എന്നാൽ ഇപ്പം മോൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അവൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ സ്വന്തമായിട്ട് അവൻ തന്നെയാണ് ചെയ്യുന്നത്. മറ്റ് കുട്ടികളോടൊപ്പം വളരെ സന്തോഷവാനായി മോൻ ഈ സ്ഥാപനത്തിൽ കഴിയുന്നു. വെല്ലുവിളികൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നത് വാസ്തവമായി പലരും പറഞ്ഞു വയ്ക്കുന്നുവെങ്കിലും ത്യാഗോജ്വലമായ ജീവിത പന്താവിലൂടെ യാത്ര തുടരുകയാണ് MCRD. എനിക്ക് ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നത് എന്നെക്കാട്ടി കുറഞ്ഞ ചിലരെ അങ്ങനെ ഞാൻ മേളിൽ നോക്കുന്നത് കൊണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വൈജാത്യമാണ് മുഴുവൻ. കുറവോ കൂടുതലോ എന്നുള്ളതല്ല. എല്ലാവരും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനുഗ്രഹീതരാണ്. അവരുടെ ബുദ്ധി കൊണ്ട്, അവരുടെ കഴിവ് കൊണ്ട്, വലിയ ഹൃദയം കൊണ്ട്. സോ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ജീവിതം ഒരിക്കലും ഒരു നഷ്ടമാണെന്ന് തോന്നിയിട്ട്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടുവാൻ സാധിക്കുമോ എന്ന് പലരും സംശയിക്കാറുണ്ട്. അഭിമാനത്തോടുകൂടി പറയട്ടെ, MCRDയിൽ നിന്നും പഠനം പൂർത്തീകരിച്ച് ഇന്ന് പലയിടങ്ങളിൽ, ചിലപ്പോഴൊരു കുഞ്ഞു കടകളിലാകാം, ചിലപ്പോൾ ഒരു ഹോട്ടലിലാകാം, ചിലർ പള്ളികളിലെ സഹായിയാകാം. എന്നാൽ അവരുടെ ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ്. MCRDയുടെ പുതിയ പദ്ധതികളിൽ ഒന്നതാണ്. ആശ്രിതരായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ മറ്റുള്ളവർക്ക് ആശ്രയമായി തീരുന്നു എന്നുള്ളതാണ്. 18 വയസ്സിന് മുകളിൽ പ്രായം എത്തിയവർക്കായി ഒരുക്കപ്പെടുന്ന പ്രബോധന റീഹാബിലിറ്റേഷൻ സെന്ററാണ് ഇപ്പോൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വപ്ന പദ്ധതി. ഇനിയും ഏറെ ചരിക്കുവാനുണ്ട്. നടന്നകന്ന കാതങ്ങളിൽ കിതച്ചു നിന്നവരും, കണ്ണുനീർ തൂകിയവരും, കരുണ ലഭിക്കാത്തവരും, കാണാതെ പോയവരും, കരുതലേൽക്കാത്തവരും ഒട്ടനവധിയുണ്ടാകാം. എങ്കിലും ഒന്നറിയാം, കരുതലിൻ്റെ ശ്രീഭണ്ഡാരം ഇവർക്കായി നീട്ടി നൽകിയ നാഥൻ ഒന്നിനും മുട്ടില്ലാതെ MCRDയെ നടത്തുന്നു.